രണ്ടാം ലോക മഹായുദ്ധത്തിന് പിന്നാലെ ബ്രിട്ടീഷ് നോവലിസ്റ്റും നിരൂപകനുമായ എം ഫോസ്റ്റർ ഓൺ ടോളറൻസ് എന്നൊരു ലേഖനം എഴുതി. സഹിഷ്ണുതയെക്കുറിച്ചാണ് ലേഖനത്തിൽ ഫോസ്റ്റർ പറയുന്നത്. സ്നേഹം പോലെ അത്രയും പവിത്രമായതല്ല സഹിഷ്ണുത. എന്നാൽ സമകാലിക ലോകത്ത് ഏറ്റവും പ്രായോഗികം സഹിഷ്ണുതയാണെന്നും ഒരാളോട് സ്നേഹമില്ലെങ്കിൽ പോലും സഹിഷ്ണുത കാണിക്കാമെന്നുമാണ് ലേഖനത്തിൽ ഫോസ്റ്റർ പറയുന്നത്. ഇത്രയും പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഉമ്മൻചാണ്ടിയെ ഒരിക്കലെങ്കിലും നേരിട്ട് കണ്ടിട്ടുള്ളവർക്കറിയാം, ഉമ്മൻചാണ്ടി എന്നാൽ ഒരു ആൾക്കൂട്ടമാണ്. മന്ത്രിയായിരുന്നപ്പോഴും മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും MLA ആയിരുന്നപ്പോഴും ഒരു കാര്യത്തിൽ മാറ്റമില്ലായിരുന്നു ആ ആൾക്കൂട്ടം. സഹിഷ്ണുതയുടെ ആൾരൂപമായിരുന്നു അദ്ദേഹം. എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടുണ്ടോ ഉമ്മൻചാണ്ടിയെ? സരിത കേസിൽ ആരോപണങ്ങൾ നേരിട്ടപ്പോഴും സ്വന്തം പാർട്ടിക്കാർ പോലും നിശബ്ദത പാലിച്ചപ്പോഴും സവിശേഷമായ ക്ഷമയോടെ സഹിഷ്ണുതയോടെ ഉമ്മൻചാണ്ടി ആ പരീക്ഷണങ്ങളെല്ലാം താണ്ടി. ഉമ്മൻചാണ്ടിയുടെ ചേതനയേറ്റ ശരീരം കാണാനെത്തിയ ആൾക്കൂട്ടം സ്വന്തം പാർട്ടിക്കാർ പോലും അമ്പരന്നു. CPM നേതാവല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. മുൻ മുഖ്യമന്ത്രിയുടെ അനുസ്മരണ ചടങ്ങിൽ മുഖ്യമന്ത്രിയെ വിളിച്ചതിൽ എന്താണ് തെറ്റ്? മുഖ്യമന്ത്രി മാത്രമല്ല, മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ G. സുധാകരൻ, CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ എന്നിവരും ഉമ്മൻചാണ്ടി അനുസ്മരണത്തിനെത്തി. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നല്ലത് പറഞ്ഞു. മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ അതൊരു മധുര പ്രതികാരം കൂടിയല്ലേ? കോൺഗ്രസ്സുകാർ പൊതുവെ ഗാന്ധിയന്മാരാണെന്നാണ് പറയാറ്. എന്നാൽ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പിണറായി വിജയനെ വിളിച്ചതിൽ, പിണറായിയെക്കുറിച്ച് ചാണ്ടിയുമ്മൻ നല്ല വാക്കുകൾ പറഞ്ഞതിൽ കോൺഗ്രസ് നേതാക്കൾ അതൃപ്തരാണത്രേ. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര പക്വതയോടെയാണ് ചാണ്ടിയുമ്മൻ സംസാരിക്കുന്നത്? വളരെ ക്ഷമയോടെ, സഹിഷ്ണുതയോടെ, ആരെയും ചെളിവാരി അറിയാതെ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആക്രമണോത്സുകതയൊന്നും ചാണ്ടിയുമ്മനില്ല. മറ്റു പല നേതാക്കളുടെയും പുച്ഛഭാവവും അദ്ദേഹത്തിനില്ല. അനുസ്മരണം വിവാദമായതോടെ വളരെ പക്വതയോടെയാണ് ചാണ്ടിയുമ്മൻ അതിനോട് പ്രതികരിച്ചത്. ഓർമ്മ ദിനത്തിനെങ്കിലും വെറുതെ വിടണം, രാഷ്ട്രീയമായല്ല വ്യക്തിപരമായാണ് പ്രതികരിച്ചത്. കല്ലെറിഞ്ഞവരോട് പോലും ക്ഷമിച്ചയാളാണ് എൻ്റെ പിതാവ്. ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും പാതയാണ് അപ്പോൾ എനിക്ക് കാട്ടിത്തന്നത്. ചാണ്ടിയുമ്മൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്. ഈ പറഞ്ഞതിൽ സഹിഷ്ണുത എന്ന വാക്കാണ് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത്. ഉറപ്പായും രാഹുൽ ഗാന്ധിയുടെ പാതയിൽ സഞ്ചരിക്കുന്ന സഹിഷ്ണുതയുള്ള വ്യക്തിത്വം തന്നെയാണ് ചാണ്ടിയുമ്മൻ. സഹനത്തിൻ്റെ പ്രതിരൂപങ്ങളായ കോൺഗ്രസ്സുകാർ ഇത്രയും അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. മറ്റൊരു രീതിയിൽ ചിന്തിച്ചു നോക്കൂ. ജീവിച്ചിരുന്നപ്പോൾ വിമർശിച്ചവരെ, തെറി വിളിച്ചവരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച ഉമ്മൻചാണ്ടിയുടെ കുടുംബമല്ലേ മാസ്?